നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയുടെ സ്വപ്ന പദ്ധതിയായിരുന്ന ആലപ്പുഴ ബൈപ്പാസിലൂടെയാണ്. ബൈപ്പാസിന് പാരലായിട്ട് ഇപ്പോൾ ഒരു 2 ലൈനാണുള്ളത്. ഇതുപോലെ തന്നെ പാരലായിട്ടൊരു ലൈൻ വരും. അതിന്റെ പണികൾ എത്രത്തോളം ഉണ്ടെന്നൊന്നും ഇവിടെ നിന്നും മനസ്സിലാകുന്നില്ല. ഇനി കൊമ്മാടി ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് മുന്നോട്ട് പോകുമ്പോൾ കാണാം. നമ്മുടെ ഇവിടെ ഈ ബൈപ്പാസ് എനിക്ക് തോന്നുന്നൊരു 10-20 വർഷത്തിന് മേളില് ഈ പണികൾ തുടങ്ങിയിട്ട് പെൻഡിങ് ആയിട്ട് കിടന്നതാണ്. ഏതായാലും ഇപ്പോൾ ഇത് തീർന്നപ്പോൾ ആലപ്പുഴയുടെ ഫേസേ മാറി. .8 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2 ലൈൻ ബൈപ്പാസാണിത്. ആലപ്പുഴയുടെ തെക്ക് ഭാഗത്തുള്ള കളർകോടിൽ നിന്നും ആരംഭിച്ച് വടക്ക് കൊമ്മാടിയിലേക്ക് ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തേതും നീളമേറിയതുമായ ബീച്ച് ഹൈവേയാണിത്. ആലപ്പുഴ നഗരത്തിലെ പ്രകൃതി രമണീയമായ കടൽ തീരത്തുകൂടിയാണ് ഇത് കടന്നു പോകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണിത്. 2020 ഈ ബൈപ്പാസ് പൂർത്തിയായി. കേന്ദ്ര സർക്കാർ 185 കോടി രൂപയും സംസ്ഥാന സർക്കാർ 250 കോടി രൂപയുമാണ് ഈ പദ്ധതിക്കായി ചിലവഴിച്ചത്. ആലപ്പുഴയിൽ ബൈപ്പാസിന്റെ ആവശ്യകതകളും നിർദ്ദേശങ്ങളും 1980കളുടെ തുടക്കത്തിലാണ്. പൻവേൽ മുതൽ കന്യാകുമാരി വരെയും ആലപ്പുഴ നഗരമധ്യത്തിലൂടെയുള്ള ക്രോസുകളുടെയും നീളുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ദേശീയപാതകളിലൊന്നാണ് NH 66. നഗരപ്രദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഹൈവേ കൂടുതൽ ഇടുങ്ങിയതായി പോകുന്നു. അതിന് പരിഹാരമായി ദേശീയപാത വഴി തിരിച്ചുവിടണമെന്നത് ഏറെ ആവശ്യമായിരുന്നു. ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ബൈപ്പാസ്. അതിൻ പ്രകാരമാണ് ആലപ്പുഴ ബൈപ്പാസ് എന്ന ആശയം ഉടലെടുത്തത്. ഇതിന്റെ നാൾവഴികൾ ഇതാണ്. 1980 ആലപ്പുഴയിൽ NH ബൈപ്പാസ് റോഡിന് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നിർദ്ദേശങ്ങൾ തുടങ്ങി. ബൈപ്പാസിനായി റവന്യൂ വകുപ്പ് സ്ഥലം ഏറ്റെടുത്തിരുന്നു. 2008 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ബൈപ്പാസ് ഉൾപ്പെടുത്തി. 2010 ബൈപ്പാസ് പ്രത്യേക പദ്ധതിയായി പൂർത്തീകരിക്കുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. 2015 കൊമ്മാടി മുതൽ കളർകോട് വരെയുള്ള ആലപ്പുഴ ബൈപ്പാസിന്റെ ദീർഘകാല നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. 2017 ഫണ്ട് വിനിയോഗത്തിലെ കാലതാമസവും ജനങ്ങളുടെ പ്രതിഷേധവും 2017 സെപ്റ്റംബറിനുള്ളിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാറ്റിവെച്ചു. 2018 മാളികമുക്കിലും കുതിരപ്പന്തിയിലും 2 ROBകൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതി ഇന്ത്യൻ റെയിൽവേ നിരസിച്ചു. 2020 ജനുവരിയിൽ മാളികമുക്കിൽ ഗർഡറുകൾ സ്ഥാപിക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി. 2020 തന്നെ മാളികമുക്കിന് പിന്നാലെ ജൂണിൽ കുതിരപ്പന്തിയിൽ ഗർഡറുകൾ സ്ഥാപിക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകിയിരുന്നു. 2021 ജനുവരി 28 ആലപ്പുഴ ബൈപ്പാസ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കൊമ്മാടിയിൽ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ബ്ലോഗിൽ കാണും വരെ നന്ദി, നമസ്കാരം.